ഞങ്ങളെ അടുത്ത മാലിന്യമായി ശ്രദ്ധിക്കുന്ന നല്ലവരായ കോടാലി നിവാസികൾക്ക് ഞങ്ങളുടെ സായാഹ്ന വന്ദനത്തെ ഭാഗമായിട്ട് അറിയിക്കുന്നു. ലഹരി വിമുക്ത സന്ദേശ യാത്ര എന്ന ലേബലിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിലും കേരളത്തിന് വെളിയിൽ ഇതര സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് ഇന്ന് മറ്റത്തൂർ പഞ്ചായത്ത് കേന്ദ്രമാക്കി രാവിലെ മുതൽ വിവിധ ഇടങ്ങളിൽ സഞ്ചരിച്ച് ഈ സായാഹ്ന സമയത്ത് കോടാലി ഈ പട്ടണത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ലഹരി വിമുക്ത സന്ദേശ യാത്രയെക്കുറിച്ച് നിങ്ങളോട് അല്പസമയം ചെലവഴിപ്പാൻ വഴിനാഥ് ഞങ്ങൾക്കെന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകളോ മുൻവിധികളോ ഉണ്ടെങ്കിൽ പ്രാരംഭമായിട്ട് പറയാൻ ആഗ്രഹിക്കുക, ഞങ്ങൾ ഏതെങ്കിലും മതത്തിന്റെ വ്യക്താക്കളല്ല. ഏതെങ്കിലും മതത്തെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഏതെങ്കിലും സഭയിലേക്ക് ആളുകൾ ചേർക്കുക എന്നുള്ളതും ഞങ്ങളുടെ ലക്ഷ്യമല്ല. മതപരിവർത്തനം നടത്തുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായുള്ള സ്നേഹത്തോടെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കാനുള്ളത്, ഒരു കാലത്ത് മദ്യത്തിനും മയക്കും മലിനും അടിപ്പെട്ട് ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ അർത്ഥമില്ലാതെ സുബോധമില്ലാതെ ഭ്രാന്തന്മാരെ പോലെ ജീവിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു വട്ടം സഹോദരങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ കോടാലിയിൽ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. എന്നാൽ ഈ പ്രപഞ്ച സൃഷ്ടാവായ കോടാനുകൂടി നക്ഷത്രങ്ങളെ സൂര്യഗ്രഹണം നിർമ്മിച്ച കർത്താവ് രാജാവായ യേശു ഞങ്ങളെ കണ്ടെത്തി, ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ വീണ്ടെടുത്തു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവിക സമാധാന ശാന്തി നൽകിയെന്ന ഒറ്റക്കാരോട് മാത്രമാണ് ഇത്ര ദൂരം യാത്ര ചെയ്ത് ഈ പട്ടണത്തിൽ നിന്നുകൊണ്ട് ഈ യേശുവിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിച്ച വീണ്ടെടുപ്പുകാരനെ കുറിച്ച്, മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ചാറ്റി ഭൂമിയിലേക്ക് അഭിച്ച യേശു ജീവിക്കുന്നു പറയുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ യെരൂശലേമിനടുത്ത് ബെഥസ്ദ എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിനരികിൽ അനേക രോഗികൾ വന്ന് തമ്പടിച്ച് കിടക്കാറുണ്ട്. കാഴ്ച നഷ്ടപ്പെട്ട കുരുടായ മനുഷ്യര്, നടക്കാൻ കഴിയാത്ത മുടന്തലായ മനുഷ്യര്, അനേക കുഷ്ഠരോഗികള്, അങ്ങനെ വിവിധ ശാരീരിക വൈകല്യങ്ങൾ അനുഭവിക്കുന്ന അനേക രോഗികൾ ആ കുളക്കരയിൽ വന്ന് കിടക്കുക പറയുവാൻ അവിടെ വിശ്വാസം. ഇടയ്ക്കിടയ്ക്ക് ദൂതൻ വരും. ആ ദൂതൻ വന്ന് കുളം കേൾക്കുമ്പോൾ ആദ്യം ആര് കുളത്തിൽ ചാടുന്നു അവർക്ക് സൗഖ്യം ലഭിക്കുമെന്നാണ് അവിടെ വിശ്വാസം. അനേകം സൗഖ്യം പ്രാപിച്ചു പോകുന്നത് അവർ കണ്ടിട്ടുണ്ട്. എന്നാൽ 38 വർഷക്കാലമായിട്ട് സൗഖ്യം കാത്തു കിടക്കുന്ന ഒരു സാധു മനുഷ്യൻ ആ കുളക്കരയിൽ ഉണ്ടായിരുന്നു. അനേകം സൗഖ്യം പ്രാപിക്കുന്നവർ കണ്ടു. പക്ഷേ അവന്റെ ശാരീരിക വൈകല്യങ്ങൾ നിമിത്തം ദൂതൻ വന്ന് കുളക്കലക്കുന്ന സമയത്ത് അവന് സ്വയമേ ചാടി രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഏറെ വേദനകളുണ്ട്, ദുഃഖമുണ്ട്. അവൻ അനേകം അപേക്ഷിച്ചു നോക്കി, കരഞ്ഞു നോക്കി, നിലവിളിച്ചു നോക്കി. പക്ഷെ ആരും അവന് നിലവിളി കേട്ടില്ല, ശ്രദ്ധിച്ചില്ല, ഗൗനിച്ചില്ല, അവനെ സഹായിച്ചില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ പ്രത്യാശയോടെ ഇന്നലേക്ക് നാളെ എനിക്കും സൗഖ്യം കിട്ടുമെന്ന പ്രതീക്ഷയോടെ അവൻ ആ കുളക്കരയിൽ കിടക്കുകയാണ്. എന്നാൽ 38 വർഷം കഴിഞ്ഞിട്ടും സൗഖ്യം കിട്ടാതെ ലഭിക്കാതെ പ്രതീക്ഷയുടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ആ മനുഷ്യനെ മാത്രം ലക്ഷ്യമാക്കി അനേക രോഗികൾ ആ കുളക്കരയിൽ ഉണ്ടെങ്കിലും അവനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവന്റെ മുമ്പിലേക്ക് ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തു അവരുടെ അടുക്കലേക്ക് വരികയാണ്. അവനോട് ചോദിക്കും, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉടനെ ആ മനുഷ്യൻ പറയുന്ന മറുപടി വിചിത്രമാണ്. എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല. ഞാൻ അനേകം അപേക്ഷിച്ചു നോക്കി, നിലവിളിച്ചു നോക്കി, സഹായം അഭ്യർത്ഥിച്ചു, പക്ഷെ ആരും എന്നെ ഗൗനിച്ചില്ല, എന്നെ സഹായിച്ചില്ല, എന്നെ നിലവിളി ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. ആ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി കാരുണ്യവാനായ മനസ്സരിയുള്ള മഹാകൃപയുമായി യേശു ക്രിസ്തു അവന്റെ മേൽ കൈവച്ച് അവന് സൗഖ്യം കൊടുത്ത് നിന്റെ കിടക്കരുത് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവനെ അയച്ചുന്ന ഒരു സംഭവ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞങ്ങൾക്ക് ഈ സായാഹ്നങ്ങളോട് പറയാനുള്ളത്, കേരളത്തിലും നഗരത്തെ പുറത്തുമായി അനേകങ്ങളിൽ പോയി അനേക വ്യക്തികളുമായി അവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങളെല്ലാം ഞങ്ങളോട് പങ്കെടുക്കുകയും ഞങ്ങൾക്ക് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും മദ്യത്തിൽ അടിപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആവശ്യമായിട്ട് ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്റർ പോയി ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ ചെയ്തു വരുന്ന സംഘടന അംഗങ്ങളാണ് ഞങ്ങൾ. എന്നാൽ ഞങ്ങൾ പോയിടങ്ങളെല്ലാം ഞങ്ങൾ കേട്ടിട്ടുള്ളത് നേരത്തെ രോഗി പറയുന്നത് പോലെ ഞങ്ങൾക്കാരുമില്ല, എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ ഉൾക്കൊള്ളുവാൻ ആരും സാധിക്കുന്നില്ല എന്നുള്ള വലിയ നിലവിളിയുടെ സത്യമാണ് കേരളത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗം നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ പറയുന്നു, മാതാപിതാക്കൾക്ക് ഞങ്ങളോട് സ്നേഹമില്ല, അവർ ഞങ്ങളെ കരുതുന്നില്ല,
അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, ഞങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഭാര്യമാർ പറയുന്നു ഭർത്താക്കന്മാർക്ക് ഞങ്ങളോട് സ്നേഹമില്ല, മാതാക്കൾ പറയുന്നു ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിച്ചു വലുതാക്കി, പക്ഷേ ഞങ്ങൾ പ്രായമായിട്ട് അവരെ ഞങ്ങൾ നോക്കുന്നില്ല, സംരക്ഷിക്കുന്നില്ല, ഞങ്ങളെ കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയുമില്ല എന്ന് മാതാക്കൾ വളരെ കണ്ണീരോട് നിലവിളിയോടെ പറയുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ മനുഷ്യൻ നേരിടുന്ന മാനസികവും ശാരീരികമായ അവരുടെ സകാല ദുഃഖങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം നൽകുവാൻ ഈ ലോകത്ത് ആർക്കാണ് കഴിയുന്നത്? ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ സമുദായങ്ങൾക്കോ സഭകൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഒരിക്കലും കഴിയാതെ വരുമ്പോൾ ഒരു കാര്യം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറയട്ടെ, മനുഷ്യന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകാൻ ഒരേ ഒരു ദൈവം ഈ ലോകത്തേക്ക് അവതരിച്ചത് മനുഷ്യവർഗത്തെ മുഴുവൻ ഭാവികൾക്ക് വേണ്ടി, ഭാവികളെ രക്ഷിപ്പാൻ വേണ്ടി, അവരെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, മനുഷ്യന്റെ ശാന്തി സമാധാനം നൽകാൻ വേണ്ടി ഈ ലോകം ചടങ്ങി വന്ന ഒരേ ഒരു ദൈവം, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീൻ നാടുകളിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നതും പാൽ നിൽക്കുന്നതുമാണവരെ നിങ്ങളെല്ലാം എന്റെ അടുക്കൽ വഴി ഞാനങ്ങനെ ആശ്വസിപ്പിക്കാം. യേശുവിന്റെ ശബ്ദം കേട്ട് തകർന്ന ജീവിതങ്ങൾ, നിരാശയും ദുഃഖത്തെ കഴിഞ്ഞവര്, കുഷ്ഠരോഗികള്, അല്ലെങ്കിൽ മാറാരോഗത്തിൽ അടിപ്പെട്ടവര്, വിശന്ന് നാകിട്ടവര്, രക്തമനുഭവിക്കുന്നവര്, കണ്ണീരോടും ജീവിക്കുന്നവർ അനേകം ശബ്ദം കേട്ടവരുടെ അടുക്കലേക്ക് ഓടി വന്നു. അവരാരെയും യേശു നിരാശയോടെ നടക്കിവിട്ടില്ല. അവരവസ്ഥയെ മനസ്സിലാക്കി അവിടെ സാക്കി കൊടുത്തു, സമാധാനം കൊടുത്തു. അനേകം മനുഷ്യരെ ഉയർപ്പിച്ചു. അനേകം ഭക്ഷണത്തിന് വേണ്ടി കുറച്ച് ജീവിച്ചവരെ അവൻ ആഹാരം കൊണ്ട് തൃപ്തരാക്കി അയച്ചു. അങ്ങനെ ഇന്നുമായി യേശു ജീവിക്കുന്നവരായിട്ടുണ്ട്. അവന്റെ അടുക്കലേക്ക് ചെന്ന് നിലവിളിക്കുന്നു, നോക്കുന്നു, പ്രാർത്ഥിക്കുന്നു, യേശുവിനെ രക്ഷിക്കുന്ന ആരപേക്ഷിക്കുന്നു. നിങ്ങളുടെ മതഭേദമായിക്കോട്ടെ, നിങ്ങൾ ചെറിയ രാഷ്ട്രീയ എന്തുമായിക്കോട്ടെ, വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, തകർന്നും നോക്കിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. ഹൃദയം നിറയ്ക്കവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് നടന്നവരെ രക്ഷിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന കോടാലി നിവാസികളെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, നിന്റെ അവസ്ഥ എന്തുമായിക്കൊണ്ട്, നീ എത്രമാത്രം തകർന്നിരിക്കുന്ന വ്യക്തിയായിക്കൊണ്ട്, മറ്റു നടിപ്പെട്ട് കിടക്കുന്ന വ്യക്തിയായിക്കൊണ്ട്, ആത്മഹത്യ ചിന്തിക്കുന്ന വ്യക്തിയായിക്കൊണ്ട്, പണ്ടവാർത്തി കഴിഞ്ഞ വ്യക്തിയായിക്കൊണ്ട്, നീ ആയിരിക്കുന്ന എടുത്ത് നീ യാത്ര ചെയ്യുമ്പോൾ, നീ ജോലിയിടങ്ങളിൽ നിന്നുകൊണ്ട് കടൽ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവേ എന്റെ അവസ്ഥ മനസ്സിലാക്കിയത് രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഓടിയെത്തി വന്ന് അവർക്ക് ആശ്വാസം നൽകുന്ന ജീവനുള്ള ദൈവത്തെ കുറിച്ചാണ്, കർത്താവായ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ സായാഹ്നത്തോട് സംസാരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തിൽ രക്ഷയില്ല, രക്ഷിക്കപ്പെട്ട ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. ഇന്ന് ലോകത്തെ മനുഷ്യന്റെ സമാധാനമില്ല, സന്തോഷമില്ല. സമാധാനം നേടി ആളുകൾ നെട്ടോട്ട് ഓടിയാണ്. നിങ്ങൾക്കിടെ കേരളത്തിലേക്ക് അനേകര് ഉത്തര സംസ്ഥാനങ്ങളിൽ നിന്ന് അനേക തീർത്ഥാടനത്തിനായി ഈ ദേശത്തേക്ക് വരുന്നുണ്ട്. കേരളത്തിൽ അനേകര് പൈസ മുടങ്ങി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ രക്ഷകൾ മുടങ്ങി സമാധാനത്തിന് വേണ്ടി ലോകത്തിലെ രാജ്യങ്ങൾ സംഭവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം, എനിക്ക് സമാധാനം വേണം, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണം, എന്റെ ജീവിതത്തിൽ സ്വസ്ഥ സമാധാനം എല്ലാവരുടെ ആഗ്രഹമാണ്. പക്ഷേ എന്തെല്ലാം ചെലവഴിച്ചിട്ട് ജീവിതത്തിൽ നിരാശ മാത്രം കൈകളായി ഇന്ന് മലയാളികൾ നിരാശ ദുഃഖത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പരിഹാരം പറ്റുവാൻ ആർക്ക് കഴിയും? അവനവർ മനുഷ്യന്റെ നിരാശകൾക്ക്, ഭാരങ്ങൾക്ക് പരിഹാരം പറ്റുവാൻ ഒരേ ഒരു വ്യക്തി യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്ന പോലെയല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് സന്ദേശിച്ചു പോകുന്നു. ഇന്ന് ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി, യേശു എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം, എനിക്ക് നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ട്, മദ്യത്തിൽ വിടുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, മയക്കുമരുന്ന് വിടുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹിച്ച് മനുഷ്യ പ്രാർത്ഥിച്ചാൽ നിന്റെ അടുക്കിലേക്ക് ഓടി വന്ന് നീ ആയിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കി നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ സമാധാനം തരുവാൻ, സന്തോഷം തരുവാൻ, അനുഗ്രഹിക്കപ്പെട്ടതാകുവാൻ വലിയ ജീവിതത്തിന് കഴിയുമെന്ന് ഞങ്ങളുടെ ജീവിതത്തെ പറയുവാൻ ഞങ്ങൾക്ക് സന്തോഷപ്പെട്ടു. എന്റെ പേര് വർഗീസ് സ്റ്റുഡിയൻ എന്നാണ്. അംഗവാദികളുടെ മൂക്കിന് പഞ്ചായത്ത് ആളയം എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുന്നത്. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടല്ല ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. എന്റെ മാതാവ് പിതാ 3 സഹോദരങ്ങളും 2 സഹോദരന്മാരെ എനിക്കുണ്ട്. അവരെല്ലാം ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. അവർ ദൈവമായുള്ള ജീവിച്ചവരാണ്. എന്നാൽ 40 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വെറും 21 വയസ്സ് പ്രായമുള്ളപ്പോൾ അനേക ചെറുപ്പക്കാരിൽ നിന്ന് ചിന്തിക്കുന്ന പോലെ ഈ ലോകത്തെ ദൈവം എന്ന് പറയുന്നത് പണമാണെന്ന് വർഷമായി ചിന്തിക്കുകയും പണമുണ്ടാക്കാനായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ബിസിനസിന്റെ ഭാഗം തെരഞ്ഞെടുത്ത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി എന്ന പ്രദേശത്ത് കടന്നുപോയി. 40 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന രാമചന്ദ്രയിലും ചന്ദ്രതയിലും ചെരുവത്തേലും വാങ്ങി കൊച്ചിയിലും ബാംഗ്ലൂരും വിദേശങ്ങളിലും കൊടുത്ത് ഇഷ്ടംപോലെ പണമുണ്ടാക്കുവാൻ എനിക്ക് 21 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് കഴിഞ്ഞു. എല്ലാവരും ഭാഗ്യമായിട്ട് എനിക്ക് പണമുണ്ടായപ്പോൾ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ എനിക്കുണ്ടായി. ചില ദുഷിയുടെ ജീവിതത്തിലേക്ക് കടന്നു.
പുകവലിക്കാൻ തുടങ്ങി, മദ്യപിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായി മദ്യത്തിലും മയക്കുമരുന്ന് അടിപ്പെട്ട വ്യക്തിയാൽ രാവിലെ കിടക്കൽ എഴുന്നേൽക്കണമെങ്കിൽ എനിക്ക് മദ്യപിക്കണം, 2 മണി നടക്കണമെങ്കിൽ ഞാൻ മദ്യപിക്കണം, 2 മണിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ മദ്യം കുടിച്ചേ മതിയാകൂ. ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്റെ ജീവിതമാകെ തകർന്നു തരിപ്പണമായി, എന്റെ ബിസിനസ് തകർന്നു, എന്റെ കൂട്ടുകാരെല്ലാം കൈവിട്ടു, എന്റെ സമാജമെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ അനേകം നാളുകൾ ഞാൻ ലക്ഷ്യമില്ലാതെ അർത്ഥമില്ലാതെ അട്ടപ്പാടി പ്രദേശത്ത് അലഞ്ഞിരിക്കാതെയായി. മാന്യമായി ജീവിക്കുന്ന എന്റെ കുടുംബത്തിലെ അംഗങ്ങൾ എന്റെ അവസ്ഥ എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി എന്റെ നാട്ടിലേക്ക് ക്ഷണിച്ചു. നിങ്ങൾക്കറിയാമോ, 40 കൊല്ലങ്ങൾക്ക് മുമ്പ് അംഗൻവാടി പ്രദേശങ്ങള് ഇഷ്ടംപോലെ നാടഞ്ചാറ സ്രവം ലഭിക്കുന്ന പരിസരങ്ങളാണ്. രാവിലെ കുടിക്കണം, കുടിച്ചെങ്കിൽ എന്റെ കൈകാലുകൾ കുറയ്ക്കും, ശക്തമായി വിളയ്ക്കും, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ രാവിലെ മദ്യം കുടിച്ച് സുബോധമില്ലാത്തതായി തെരുവിലൂടെ അറിഞ്ഞ വ്യക്തിയായിരുന്നു ഞാൻ. ക്രമേണ സ്വഭാവ രീതിയൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി. കുടിച്ചു കഴിഞ്ഞാൽ സുബോധമില്ലാതെ ഭ്രാന്തരെ പോലെ പെരുമാറാൻ തുടങ്ങും. ചുറ്റുപാട് വീടുകളിൽ വിഷയമുണ്ടാക്കും, പ്രശ്നമുണ്ടാക്കും, തല്ലുണ്ടാക്കും, ലഹരമുണ്ടാക്കും. നാട്ടുകാർക്ക് തലവേദനയായി, വീട്ടുകാർക്ക് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കൂട്ടുകാർ ഓരോന്നാൾ വിട്ടുപോയി. അങ്ങനെ 40 ദിവസങ്ങൾക്ക് മുമ്പ് താഴെയും മുറി വീട്ടു തുടങ്ങി ഒരു ഭ്രാന്തരെ പോലെ അംഗൻവാടി ചാലക്കൂടി കൊല്ലത്തി കൊച്ചിൻ എയർപോർട്ട് ബസ്സിൽ കൂടെ നേരത്തെ രോഗി പറഞ്ഞുപോലെ എനിക്കാരുമില്ലേ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് ഉറക്കെ നിലവിളിച്ച് കാറി കൂവിക്കൊണ്ട് തെരുവിലൂടെ ഭ്രാന്തരെ പോലെ ജീവിച്ച ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. എന്റെ നാട്ടിൽ ഒരാൾ പോലും സ്നേഹിക്കാനുണ്ടായില്ല. കാരണം എന്നെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും. അങ്ങനെ എല്ലാം തള്ളപ്പെട്ടതായി ഉപേക്ഷിക്കപ്പെട്ടതായി. വർഷങ്ങൾക്ക് മുമ്പ് അംഗൻവാടി ചാലക്കൂടി കൊല്ലത്തി കൊച്ചിൻ എയർപോർട്ട് ബസ്സിൽ കൂടെ ഒരു ഭ്രാന്തനെ പോലെ അലറി കൂവിക്കൊണ്ട് എനിക്കാരുമില്ലോ നിലവിളിച്ച് കാറിക്കൊണ്ട് ജീവിച്ച ഞാൻ ഒരു സത്യം മനസ്സിലാക്കി ഈ ലോകത്ത് ജീവിച്ചിട്ട് കാര്യമില്ല. പല പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു. അവിടെയെല്ലാം ഞാൻ പരാജയപ്പെട്ടു. അങ്ങനെ മരിക്കാനായി 1986 ജനുവരി മാസം 3-ാം തീയതി ഞാൻ എന്നെ വീട്ടിലിരിക്കുമ്പോൾ 2 പാവപ്പെട്ട സഹോദരന്മാർ ഇന്ന് കണ്ടുപോലെ ചില ലഘുലേഖമായി എന്റെ വീട്ടിലേക്ക് വന്നു. അവർ എന്നോട് പറഞ്ഞു, ദിവസേ നിന്നെ സ്നേഹിക്കുന്നത് യേശുണ്ട്, നിന്നെ രക്ഷിക്കാൻ യേശുവിന് കഴിയും. ഞാൻ പറഞ്ഞു, ഞാൻ പാരമ്പര്യം പറയുന്ന സഭക അംഗമാണ്, എല്ലാ പള്ളിയുടെ മുമ്പിലാണ് ഒരു വീട്, എല്ലാവർക്കും ഞാൻ പള്ളിയാളെ പങ്കെടുക്കാറുണ്ട്. അവരുടെ കാശിന്റെ പാട്ടുപാടെങ്കിൽ ചാറുവായിരിക്കും, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ട് അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ എനിക്ക് ആവശ്യമില്ലെന്ന് പറയുമ്പോൾ പറഞ്ഞു, അല്ല അവരുടെ നിനക്ക് യേശുവിനെ വേണ്ടിക്കുന്നത്, യേശുവിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. അവരുടെ വാക്കുകളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ പ്രതിശാസനം വിശ്വസിച്ച മനുഷ്യരാണ്. അനേക രാജ്യപാർട്ടികൾക്ക് കൊടിപിടിക്കാൻ നടന്നിട്ടുണ്ട്. ഈ ജീവിതത്തിൽ ശാന്തി സമാധാനം നൽകി തന്നില്ല. പക്ഷേ ഇവർ പറഞ്ഞ യേശു വാസ്തവ സമാധാന ദൈവമാണോ, സന്തോഷ ദൈവമാണോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, സഹോദരന്മാരെ, ഞാൻ മാനസികമായി ശാരീരികമായി തകർന്നിരിക്കുന്ന വ്യക്തിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ പോയി യേശു വാസ്തവമായി സമാധാന ദൈവമാണെന്ന്, സന്തോഷം തരുന്ന ദൈവമാണെന്ന് നിങ്ങൾക്ക് എന്റെ കണ്ണുകൾ നോക്കി പറയാൻ പറ്റുമോ? അത് സത്യമാണ് എന്ന് ചോദിച്ചപ്പോൾ ആ പാവ സഹോദരമായ കൈവിഷം വിശുദ്ധ ബൈബിളല്ലാതെ മറ്റൊന്നുമില്ല. ആ ബൈബിൾ മാവോട് ചേർത്ത് വെച്ചിട്ട് ഇപ്രകാരം എന്നോട് പറഞ്ഞു, വർഷേ ഞങ്ങൾ സേവിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശു സമാധാന ദൈവമാണ്. എന്റെ പോലെ നിന്റെ ജീവിതത്തെ യേശു വേണ്ടി കൊടുത്താൽ, നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടാൽ, യേശുവെ ഞാൻ ഭാവിയാണെന്ന് പറഞ്ഞാൽ, നിന്റെ ഭാവത്തിലേക്ക് വന്ന് ഉപേക്ഷിച്ചാൽ, യേശുവിന്റെ രക്ഷകൻ കർത്താവായിട്ട് അംഗീകരിച്ചാൽ നിനക്ക് സമാധാനം തരുന്നു. ആ സഹോദരിമാരുടെ പാവപ്പെട്ട സഹോദരിമാരുടെ അവരുടെ വാക്കുകളുടെ ശക്തിയെ ആകർഷിക്കാനായിടയായി. അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ ചുറ്റും എല്ലാ 5 പേര് എന്റെ ചുറ്റും നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ എന്റെ കണ്ണുകളിൽ കണ്ട് ധ്യാനമായിട്ട് ഓടാൻ തുടങ്ങി. എന്റെ വാറുകൾ ഓരോന്നായി ഞാൻ യേശു പറയാൻ തുടങ്ങി. ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ എന്റെ മഹാഭാവിയ മനുഷ്യനാണ്, എന്നോട് കണ്ണു തോന്നുന്നത് എന്റെ വാറുകളെ ശ്രമിക്കണമേ. നീ എന്നോട് കണ്ണു തോന്നിയാൽ, എന്നെ രക്ഷനാക്കി എന്റെ ജീവിതത്തിലേക്ക് വന്നാൽ, എനിക്ക് സമാധാന ശാന്തി തന്നാൽ, ഞാൻ നിനക്ക് ജീവിക്കാൻ യേശുവെ ഉറക്കെ നിലവിളിച്ച് യേശുവിന്റെ കലയിലേക്ക് എന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാവോ, എന്റെ ജീവിതത്തിൽ മറ്റൊരു പ്രതീക്ഷ എനിക്കില്ല. എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് എനിക്കാരുമില്ല. അവസാനമായി കിട്ടിയ പിടിവലിയാണ് കർത്താവായ യേശു. അവനെങ്കിലും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന ആപ്തിയോടെ, ആഗ്രഹത്തോടെ, കൊതിയോടെ യേശുവിന്റെ കലയിലേക്ക് എന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ, എന്റെ ഭാവത്തിലേക്ക് ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ, യേശുവിനോട് കാണുമെന്ന് ഉറക്കെ നിലവിളിച്ചപ്പോൾ, യേശു എന്റെ ജീവിതത്തെ കാണുമെന്ന് അപേക്ഷിച്ചപ്പോൾ, എന്നെ ശ്രമിക്കുന്ന പ്രിയ സ്നേഹിതരെ, വലിയൊരു അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കാതെയായി. ഒരു വലിയ ശക്തി എന്റെ ഭാവത്തിലേക്ക്, മദ്യത്തിലേക്ക് വൈകുന്നേരം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്ധകാല വ്യാപാര ശക്തി, പൈസ ശക്തി അന്ന് പറഞ്ഞ ശരീരത്തെ വിട്ടുപോകാനും അവിടെ നിന്നെത്തുമ്പോൾ ഈ ലോകത്ത് ഒരു ശാന്തി സമാധാനത്തിന്റെ ഉടനായിട്ട് ഞാൻ മാറുകയായിരുന്നു. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ എല്ലാഴ്ചയും പള്ളി പോകുന്ന വ്യക്തിയായിരുന്നു. പള്ളി ആരാധന പങ്കെടുക്കുന്നവരായിരുന്നു. വലിയ ഭക്തിയുള്ള വ്യക്തിയാണ്. എന്നാൽ
യേശുവിനെ കുറിച്ച് എനിക്കറിയില്ല. അന്ന് കാലം ഈ ലോകരാത്രി ശാന്തി സമാധാന ലക്ഷ്യമാക്കും യേശു എന്നെ തന്നു. ദിവസങ്ങൾ കഴിയുന്നോറും മാസങ്ങൾ കഴിയുന്നോറും എന്റെ ജീവിതം മാറ്റങ്ങൾ കണ്ട് എന്റെ ചുറ്റുപാടുകൾ അനുഭവപ്പെട്ടു. എന്റെ വീട്ടുകാർക്ക് സന്തോഷമായി, നാട്ടുകാർക്ക് അത്ഭുതമായി, കൂട്ടുകാർക്ക് സന്തോഷമായി. എന്നെ വീണ്ടും ബിസിനസ്സിനെ ക്ഷണിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി ബിസിനസ് വേണ്ട. എന്നെ യേശുവിന് വേണ്ടി ജീവിതം യേശു ജീവിക്കാൻ എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തു. ഞാൻ വീണ്ടും അവിടെ തൊട്ടടുത്തുള്ള ഒരു ദൈവസഭയിലേക്ക് ഞാൻ കടന്നുപോയി. ഒരു ചെറിയ സഭ, ഒരു സാധുക്കൾ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചു സഭയിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ അവരുടെ ദൈവവാസന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ ദൈവവാസനെ ബൈബിൾ പഠിപ്പിക്കാൻ തുടങ്ങി. ബൈബിൾ മുമ്പേ പഠിച്ചപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. ഞാൻ അതുപോലെ ആചരിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങളൊന്നും വിശുദ്ധ ബൈബിളില്ലാത്ത കാര്യമാണ്. കൂടുതൽ പഠിക്കാൻ, ബൈബിൾ പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ചു, പഠിച്ചു. അതിനുവേണ്ടി ബൈബിൾ സ്കൂളിൽ പോയി ദൈവനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ സത്യം മനസ്സിലാക്കി, കൂടുതൽ യേശുവിന്റെ ജീവിക്കാൻ എന്നെ സംഭവിച്ചു. ദൈവം എന്റെ ജീവിതത്തെ മാറ്റാൻ തുടങ്ങി. വലിയ മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ദൈവം തന്നു. വലിയ സമാധാന ശാന്തി എനിക്ക് തന്നു. 1989 ഞാൻ വിവാഹം കഴിച്ചു. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന ഒരു മകളെ ദൈവം എനിക്ക് ഭാര്യ നൽകി. അനുഗ്രഹിക്കപ്പെട്ട 2 മക്കളെ ദൈവം എനിക്ക് തന്നു. ഒരു ദേശത്ത് മാന്യമായ ജോലിയിൽ ജീവിക്കുന്നു. മാത്രമല്ല എന്റെ ജീവിതത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു തെരുവിലായിരുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ അവരെ വളർത്തി പഠിപ്പിക്കാനുള്ള സ്വപ്നം എന്റെ ചെറുപ്പത്തിലുള്ള സ്വപ്നമായിരുന്നു. എന്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു, യേശു എനിക്ക് ആഗ്രഹമുണ്ട്. യേശു എന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവം, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം മാനിക്കുന്ന ദൈവം. അങ്ങനെ 2000 ആണ്ടില് എന്റെ ദേശത്ത് ഞാൻ ഒരു അനാഥാശ്രമം ആരംഭിക്കാതെയായി. 12 കുട്ടികളുമായി തെരുവിലറിയപ്പെട്ട കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു അനാഥാശ്രമം ആരംഭിക്കാതെയായി. നിങ്ങൾക്കറിയാവോ, കഴിഞ്ഞ 24 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 1200 കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിക്കുവാൻ വലിയവനാണ് ഇവരെ സഹായിച്ചു. 1200 കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിക്കാനുള്ളത് എന്റെ ജീവിതത്തിന്റെ ആയുസ് മുഴുവൻ ഞാൻ അധ്വാനിച്ചാൽ ലഭിക്കാത്ത കാര്യമാണ്. പക്ഷേ യേശുവിൽ ആശ്രയിച്ചു എന്ന ഒറ്റക്കാലത്താൽ, യേശുവിനോട് പ്രാർത്ഥന ജീവിതം നടത്തിയെന്ന ഒറ്റക്കാലത്താൽ ദൈവത്തിന്റെ സ്തോത്രം, 1200 കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിക്കുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പോഴും ആ സ്ഥാപനം നന്നായി ഞങ്ങളുടെ ദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്നെ സ്നേഹിക്കുന്ന, ഒരു കാലത്ത് കല്ലെറിഞ്ഞ് ഓടിച്ച ആ ദേശത്ത് എന്നെ സ്നേഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എന്നെ ആദരിക്കുന്ന, മാനിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നെ സഹായിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങൾക്കറിയാമോ, ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന സർക്കാർ 6 വർഷങ്ങൾക്ക് മുമ്പ് മികച്ച സാമൂഹ്യ പോകെന്ന അവാർഡ് നൽകിയ ആദ്യപാടിയായി. എന്നെ ശ്രദ്ധിക്കുന്ന കൂടാതെ നിവാസികളെ, നല്ലവരാ നാട്ടുകാരെ, ഇതുവരെ ഞാൻ പറഞ്ഞൊരു മതത്തെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്. യേശു ക്രിസ്തു മതസ്ഥാപനമല്ല. യേശുവിനെ മതം സ്ഥാപിച്ചിട്ടില്ല. ഒരു മതത്തിന്റെ വ്യക്തമാക്കുന്ന യേശു വന്നത്, യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തെ ഭാവികളായ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട, ഏത് സമുദായത്തിൽപ്പെട്ട, ഏത് രാഷ്ട്രീയ ചിന്താധിക്കാരായിക്കൊണ്ട് ഈ ലോകത്തെ സകല മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി, അവർക്ക് ശാന്തി സമാധാനം കൊടുക്കാൻ വേണ്ടി മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ മുഴുവൻ, ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂസിലേക്ക്, ഭാരതീയ ക്രൂസിനെ വെച്ചുകൊണ്ട്, വിൽക്കിരിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിലേക്ക് അവൻ കടയിൽ പോയി. മനുഷ്യരുടെ മുഴുവൻ പാപത്തിന് വേണ്ടി അവൻ കാൽവരിൽ ഉയർത്തപ്പെട്ടു, അവൻ തകർക്കപ്പെട്ടു, അവൻ മത്സരിക്കപ്പെട്ടു, ഉയർത്തി ജീവിക്കുന്നതുമായിട്ട് ഇന്ന് അനേകം ജീവിക്കുന്നതായിട്ടുണ്ട്. ആ യേശു നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ആ യേശു ഇന്ന് ജീവിക്കുന്നതായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ, ഞങ്ങളുടെ ജീവിതം അർത്ഥം നൽകിയ, ഞങ്ങളുടെ ജീവിതം പ്രത്യാശ നൽകിയ ആ യേശു ഇന്ന് ജീവിക്കുന്നതായിട്ടുള്ളതുകൊണ്ടാണ് ഇന്ന് ജീവനോടെ ദൈവത്തിൽ ഞാൻ ആയിരിക്കുന്നത്. ഈ യേശു ഒരു മതപ്രവക്താവല്ല. ഒരു മതങ്ങളും സമുദായങ്ങളും അല്ലെങ്കിൽ സഭകളോ രാഷ്ട്രീയം നമ്മെ രക്ഷിക്കാൻ പര്യാപ്തമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത സഹോദര സഹോദരി, നിങ്ങൾ തകർന്ന വ്യക്തിയാണെങ്കിൽ, കടവാളിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ, നിരാശ വീഴ്ചക്കുന്ന വ്യക്തിയാണെങ്കിൽ, എന്നെ ആരും സ്നേഹിക്കാനില്ല, എന്നെ കരുതാനില്ല, എന്നെ മനസ്സിലാക്കാൻ ആരില്ല, എന്നെ ഉൾക്കാനുള്ള ആരും എനിക്കില്ലെന്ന് ഭാരത കഴിയുന്ന വ്യക്തിയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞങ്ങളോട് പറയുന്നത്, യേശു നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ആ യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ ചെന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് യേശുവെ എന്നോട് കാണുന്നതേ, രക്ഷിക്കണമേ, എന്റെ നാളെ ക്ഷമിക്കണമേ, ഞാൻ ജീവൻ നിനക്കാൾ തരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ യേശു രക്ഷിക്കാൻ മര്യാദയുമാണ്. ഈ യോഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക, നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ ഈ യേശു ജീവിക്കുന്ന ദൈവമാണ്. ഉറക്കെ നിങ്ങളെ ഘോഷിച്ച പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന്റെ മക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങൾ ഈ ലോകം മാറ്റപ്പെട്ടു. നമ്മുടെ പാടെ എന്നും അവസാനിക്കാം. എന്നാൽ വിശുദ്ധ യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാൽ ജീവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കിടപ്പാൻ ഇടമില്ല. ഒരു ചെണ്ടക്കൂടിലാണെങ്കിലും നിങ്ങൾക്ക് 2-3 സെന്റ് പോലും സ്ഥലമില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട. യേശു ഭൂമിയിലേക്ക് വന്നത് എനിക്ക് നിങ്ങൾക്ക് ഭാഗമെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവൻ പോയതിന് വേണ്ടിയിട്ടാണ്. അവർ ഞാൻ വീണ്ടും വരുന്ന നിങ്ങൾ ചേർക്കാൻ വരുന്ന സമയമായി യേശുവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുക.
അവന്റെ വരവിന് മുമ്പായിട്ട് ഇന്ന് പോൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ ദേശത്തേക്ക് ഞങ്ങളെ അയച്ചിരിക്കുന്നത്. ഞങ്ങൾ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് ഏതെങ്കിലും സംഘടനകൾ ഞങ്ങൾ സാമ്പത്തികമായ സഹായം ചെയ്യുന്നുണ്ടോ, ശമ്പളം തന്നുകൊണ്ട് പൈസ ഒന്നുമില്ല ഇവിടേക്ക് വന്നത്. ഏഴാമത്തെ വാർത്തയാണ് ഈ ദേശത്തെ കോടാലി ഭാഗത്ത് അനേക തങ്ങളുടെ ജീവിതങ്ങൾ നിരാശുക്കര് എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിലവിളിച്ചുകൊണ്ട് കാലിക്കൂടി ജീവിക്കുന്ന അനേക വ്യക്തികളുണ്ട്. ദൈവാത്മ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇതൊന്നും യാത്ര ചെയ്ത് യേശുവിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. യേശുവിനെ അനുഗ്രഹിക്കുന്ന ഭാവിയാണ് സമ്മതിച്ചാൽ മതി. യേശുവെ രാമനിൽക്കോ ഞാൻ മനസ്സിൽ സമ്മതിച്ചാൽ മതി. യേശുവിന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് അപേക്ഷിച്ചാൽ മതി. യേശു നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു നിത്യസ്വർഗം നിത്യഫലം നമുക്ക് ആഘോഷിക്കും. മരണത്തെ കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. മരണത്തെ കുറിച്ച് ജീവിതം യേശു പഠിപ്പിച്ചു. ഞാൻ തന്നെ വഴി സത്യം ജീവിതമാകുന്നു, ഞാൻ കാരണമല്ലാതെ ആരും പിതാവിന്റെ അടുക്ക പോകുന്നില്ല. ദിവ്യ സ്നേഹിതരെ, സ്വർഗത്തിലേക്ക് പോകാൻ വേറെ ഒരു വഴിയില്ല. ഒരേ ഒരു വഴി യേശു ക്രിസ്തുവാണ്. അവരെ വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. നമുക്ക് ഈ ലോകത്ത് സമാധാനം ഉണ്ടാകും. നമ്മുടെ ജീവിതം അനുശ്ചയപൂർവ്വമാകും. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടും. മാത്രമല്ല, നാം മരിച്ചു കഴിഞ്ഞാൽ നിത്യമാണ് കർത്താവായ യേശു നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ ഇവിടെയുള്ള പ്രിയപ്പെട്ട ഞാൻ ക്ഷണിച്ചുകൊണ്ട് ആ യേശുവിലേക്ക് നിങ്ങൾ ആർഷിച്ചുകൊണ്ട് യേശുവിനെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ആ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നിന്റെ കുടുംബ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ യേശു നല്ലവൻ, യേശു